പ്ലസ് വൺ ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതിനു മുമ്പ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടു മെഷർ ഡിസ്റ്റൻസ് വി യൂസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? തന്നിരിക്കുന്നവയിൽ ലെങ്തിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് ഏതാണെന്നാണ്. കിലോമീറ്റർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർ സെക്കൻഡ്. ഈ തന്നിരിക്കുന്ന ലെങ്തിൻ്റെ യൂണിറ്റുകളിൽ ലാർജസ്റ്റ് യൂണിറ്റ് ഏതാണ്? ആൻസർ പാർ സെക്കൻഡ്. തന്നിരിക്കുന്നവയിൽ പാർ സെക്കൻഡാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ്. പിക്ക് ഔട്ട് ദ ഓഡ് വൺ ഇൻ ദ ഗിവൺ പേജ്. തന്നിരിക്കുന്നവയിൽ ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി, വർക്ക് ആൻഡ് എനർജി, ആംഗിൾ ആൻഡ് സ്ട്രെയിൻ, ഇമ്പൾസ് ആൻഡ് മൊമെൻറ്റം. ആൻസർ ആംഗിൾ ആൻഡ് സ്ട്രെയിൻ. കാരണം മറ്റുള്ളവയ്ക്കെല്ലാം ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസ് സെയിം ആണ്. ആംഗുലർ വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ തന്നെയാണ് ഫ്രീക്വൻസി, വർക്കിൻ്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് എനർജി, ഇമ്പൾസ് അത് തന്നെയാണ് മൊമെൻറ്റത്തിന്. എന്നാൽ ആംഗിൾ ആൻഡ് സ്ട്രെയിൻ ഇവയ്ക്ക് ഡയമെൻഷൻസ് ഇല്ല. അപ്പം ബാക്കി എല്ലാത്തിനും ഡയമെൻഷൻസ് ഉണ്ട്, ഡയമെൻഷൻസ് സെയിം ആണ്. എന്നാൽ ആംഗിൾ ആൻഡ് സ്ട്രെയിനിന് ഡയമെൻഷൻസ് ഇല്ല. അതുകൊണ്ട് ഓഡ് വൺ എന്ന് പറയുന്നത് ആംഗിൾ ആൻഡ് സ്ട്രെയിൻ. What happened to the accuracy when the least count is decreased? Least count decrease ചെയ്താൽ accuracy എങ്ങനെ ചേഞ്ച് ചെയ്യും? Accuracy increase ചെയ്യും. Accuracy increases as the least count decreases. When the planet Jupiter is at a distance 824.7 million kilometers from the Earth, its angular diameter is measured to be 35.72 seconds of an arc. Calculate the diameter of a Jupiter. ജൂപ്പിറ്ററിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ജൂപ്പിറ്റർ ഫ്രം ദി എർത്ത് ആർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം പാരലാക്സ് മെത്തേഡിൽ ആർ, തീറ്റ, എക്സ് മുതലായ സിമ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഡയമീറ്റർ, അതുപോലെ റേഡിയസ്, ഡിസ്റ്റൻസ് മുതലായവയൊക്കെ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ജൂപ്പിറ്റർ ഫ്രം ദ എർത്ത് ആറാണ്. ആറ് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 824.7. അത്രയും കിലോമീറ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അത്രയും മില്യൺ കിലോമീറ്റേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അത് ഇൻറ്റു 10⁶ കിലോമീറ്റർ. മില്യൺ കിലോമീറ്റേഴ്സ് എന്നുള്ളതിനെ 10⁶ കിലോമീറ്റർ നമുക്ക് മാറ്റാം. ഇനി അതിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10⁹ മീറ്റർ എന്ന് വരും. 824.7 ഇൻറ്റു 10⁹ മീറ്ററാണ്. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് ആണ് ജൂപ്പിറ്ററിൽ, എർത്തിൽ നിന്ന് ജൂപ്പിറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് ആംഗുലർ ഡയമീറ്റർ തീറ്റയാണ് ഈക്വൽ ടു 35.72 സെക്കൻഡ് ഇസ് ഈക്വൽ ടു 35.72 ഇൻറ്റു 4.874 ഇൻറ്റു 10⁻⁻6 റേഡിയൻ. ഇതെങ്ങനെയാണ് ഈ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഈ ക്വസ്റ്റിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പം തൽക്കാലം മുമ്പായി മനസ്സിലാക്കുക, സെക്കൻഡിനെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 4.874 ഇൻറ്റു 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമുക്കറിയാം റിലേഷൻ ഇതാണ്, തീറ്റ ഇസ് ഈക്വൽ ടു x/r ആണ്, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് എക്സ് എന്ന സിമ്പിളാണ്. എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ആർ. അപ്പം നമുക്കിങ്ങനെ കിട്ടും. ഈ കിട്ടിയേക്കുന്ന വാല്യൂസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 824.7 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 35.72 ഇൻറ്റു 4.872 ഇൻറ്റു 10⁻⁻6. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1.435 ഇൻറ്റു 10⁻⁵ കിലോമീറ്റർ എന്ന് കിട്ടും. 1.435
1.435 ഇൻറ്റു 10⁵ കിലോമീറ്റർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് 1.435 ഇൻറ്റു 10⁵ കിലോമീറ്റർ. അതാണ് ജൂപ്പിറ്ററിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.435 ഇൻറ്റു 10⁵ കിലോമീറ്റർ. അപ്പം ജൂപ്പിറ്ററിൻ്റെ ഡയമീറ്റർ 1.435 ഇൻറ്റു 10⁵ കിലോമീറ്ററാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആംഗിളിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു. ആംഗിൾ മെഷേർഡ് ഇൻ ഡിഗ്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സബ് ഡിവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. സബ് ഡിവിഷൻസിൻ്റെ അത് നമ്മൾ പറയുന്നതാണ് ഡിഗ്രിയെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. 1 മിനിറ്റ്, മിനിറ്റ് എന്ന് പറയുന്ന മറ്റൊരു സിമ്പൽ, മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ സിമ്പലാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഡിഗ്രി എഴുതുമ്പോൾ ⁻0 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിഗ്രിയുടെ സൈൻ ഇടുന്നത്. ഇവിടെ നമ്മൾ ഈ രീതിയിലാണ്. അപ്പോൾ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1/60 ഡിഗ്രിയാണ്. 1/60 ഡിഗ്രിയാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് മറ്റൊരു സബ് ഡിവിഷനാണ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1/3600 ഡിഗ്രി. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ്. അപ്പം മിനിറ്റ് എന്ന് പറയുന്നതും അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നതും ഡിഗ്രിയുടെ സബ് ഡിവിഷൻസ് ആണ്. ആൻ ആംഗിൾ ഓഫ് 360 ഡിഗ്രി 36 അല്ല 360 ഡിഗ്രി 360 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നതിന് നമ്മൾ 2π റേഡിയൻ എന്നാണ് പറയുന്നത്. അപ്പം 360 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് 2π റേഡിയൻ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡിഗ്രി ആംഗിളിൻ്റെ മറ്റ് യൂണിറ്റുകൾ സബ് ഡിവിഷൻസ് വരുന്നതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Check whether the equation mv square is equal to mgh is dimensionally consistent. Based on the above equation, justify the following statement. A dimensionally correct equation need not be actually an exact equation. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു mv square is equal to mgh. m എന്ന് പറയുന്ന മാസാണ്, v വെലോസിറ്റിയാണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് h ഹൈറ്റ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി അതിൽ നിന്ന് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്ട് ഇക്വേഷൻ. ഡയമെൻഷനലി കറക്റ്റ് ആണ് ഇക്വേഷൻ എന്ന് കരുതി ഇക്വേഷൻ ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ റിലേഷൻ്റെ കൺസിസ്റ്റൻസി വെച്ച് നമ്മളോട് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഗിവൺ ഇക്വേഷൻ ഈസ് mv square is equal to mgh. ഇനി നമ്മൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് എടുക്കുവാണ്. സ്മോൾ m എന്ന് പറയുന്ന മാസാണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M എന്ന് കിട്ടി. v എന്ന് പറയുന്ന വെലോസിറ്റിയാണ്, അതിൻ്റെ സ്ക്വയർ ആണ് L(t⁻⁻1) ഹോൾ സ്ക്വയർ is equal to റൈറ്റ് സൈഡിൽ m എന്ന് പറയുന്ന ക്യാപിറ്റൽ M, g എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ് L(t⁻²), h എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അത് ലെങ്ത് ആണ്, അതിൻ്റെ ഡയമെൻഷൻ L എന്ന് നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ നോക്കുകയാണ് m, ഇനി L സ്ക്വയർ ഉണ്ട്, അതുപോലെ t⁻⁻1 × 2 t⁻2 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡയമെൻഷൻ mL സ്ക്വയർ t⁻2 എന്ന് ലഭിച്ചു. ഇനി റൈറ്റ് സൈഡ് നോക്കാം, m ഉണ്ട്, അതുപോലെ L × L, അപ്പോൾ L സ്ക്വയർ ഉണ്ട്, t⁻2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് സൈഡിലെ ഡയമെൻഷനും mL സ്ക്വയർ t⁻2 എന്ന് ലഭിച്ചു. The given equation is dimensionally correct. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് ലഭിച്ചു. പക്ഷേ mv square is equal to mgh എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഫിസിക്സിലില്ല. mv square is equal to mgh. ഇത് യഥാർത്ഥ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് mv square is equal to, അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലാണ്. ഹാഫ് mv square എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, mgh എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആണെന്നാണ് യഥാർത്ഥത്തിലുള്ള റിലേഷൻ. കറക്റ്റ് ഇക്വേഷൻ ഈസ് 1/2 ഹാഫ് mv square is equal to mgh. പക്ഷേ നമുക്ക് ഇവിടെ തന്നിരുന്ന ഇക്വേഷൻ mv square is equal to mgh എന്നാണ് തന്നിരുന്നത്. അത് പക്ഷേ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് ലഭിച്ചു. പക്ഷേ ആ ഇക്വേഷൻ അങ്ങനെ യഥാർത്ഥത്തിലൊരു ഇക്വേഷൻ ഇല്ല. അപ്പോൾ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ തെറ്റാണ്. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ആക്ച്വലി ആൻ എക്സാക്ട് ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് കരുതി അങ്ങനെ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നിർബന്ധമില്ല. ഡയമെൻഷനലി കറക്റ്റ് ആവാം, പക്ഷേ ആ ഇക്വേഷൻ യഥാർത്ഥത്തിലുള്ള ഒരു ഇക്വേഷൻ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ഇതിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, കറക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസും ഈക്വൽ ആയിരിക്കും. എന്നാൽ
ഡയമെൻഷൻ ഈക്വൽ ആണ് എന്ന് കരുതി ആ ഇക്വേഷൻ കറക്റ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി റോ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. അപ്പം വെലോസിറ്റി, സൗണ്ടിൻ്റെ വെലോസിറ്റി രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ആ കടന്നു പോകുന്ന മീഡിയത്തിൻ്റെ ഡെൻസിറ്റി, അത് റോ എന്ന ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇ, ഡയമെൻഷൻ ഫോർമുല ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല തന്നിട്ടുണ്ട്. m(l)-1 t(-2) ആണ്. m(l)-1 t(-2) ആണ്. ഇനി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് അറിയായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം, അത് വെച്ച് നമുക്ക് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. യൂസിങ് ഡയമെൻഷൻ അനാലിസിസ് അറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. ഇനി ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് വെലോസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ആൻസറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ. നമ്മൾ പഠിച്ചാണ് പ്രഷർ എന്താണെന്ന്, പ്രഷറിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ച് ഫോഴ്സ് ബൈ ഏരിയ, അതാണ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രഷറിൻ്റെ വോളിയവും ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്. അത് തന്നെയാണ് പ്രഷറിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും. അപ്പം ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ പി. പിയുടെ അതേ ഡയമെൻഷൻ തന്നെയാണ് ഇയുടെയും ഡയമെൻഷൻസ്. സോ വി ക്യാൻ റൈറ്റ്. നമ്മുടെ റിലേഷനിലേക്ക് പോവുകയാണ്. വെലോസിറ്റിയുടെ റിലേഷനാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പം വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് ഇക്ക് പകരം നമ്മളിവിടെ പ്രഷറിന് കൊടുക്കുവാണ്. p(a) ആൻഡ് ഡെൻസിറ്റി ρ(b) ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ, പ്രൊപ്പോർഷൻ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് k എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നു. k ഇൻറ്റു p(a) ρ(b). ഇനി നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് സൈഡ് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം l(t)-1 ആണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ k എന്ന് പറയുന്ന ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് പ്രഷറാണ്. പ്രഷറിൻ്റെയും ഇതിൻ്റെ ഇയുടെയും ഡയമെൻഷൻസ് സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ m(l)-1 t(-2) അതിൻ്റെ പവർ a ആണ്, പിയുടെ പവർ a ആണ്. ഇനി ഡെൻസിറ്റി, ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു മാസ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നത് m ആണ്, അത് എഴുതിയിട്ടുണ്ട്. ബൈ വോളിയം ഡിവൈഡ് ബൈ l3, വോളിയത്തിൻ്റെ ഡയമെൻഷൻ l3 ആണ്. അപ്പം ഡിവൈഡ് ബൈ l3 എന്ന് വരും. അപ്പം m(l)-3 അതിൻ്റെ പവർ b ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടി പ്രഷർ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി m(l)-1 t(-2) (a) m(l)-3 (b). ഇനി നമുക്ക് ഡയമെൻഷൻസ് രണ്ട് സൈഡിലേക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരേ ഡയമെൻഷൻസ് വരുന്നതിന് നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. ഇവിടെ m(a) ഉണ്ട്, m(a) ഉണ്ട്. ഇവിടെ ഒരു m(b) ഉണ്ട്, m(b) ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം m(a+b) എന്ന് എഴുതാം. ഇവിടെ l(-1) എന്ന് പറഞ്ഞാൽ l(-a) എന്ന് വരും, l(-a). ഇവിടെ l(-3b) ഉണ്ട്, -3b. l(-a)-3b. ദെൻ ഇവിടെ t(-2) എന്ന് പറഞ്ഞാൽ t(-2) എന്ന് പറഞ്ഞാൽ t(-2) ആണ്. ഇനി നമുക്ക് രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് m എന്ന് പറയുന്നത് m-ൻ്റെ പവർ a+b ആണ്. ഇവിടെ m-ൻ്റെ പവർ ഇല്ല, അതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള m-ൻ്റെ പവർ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? a+b = 0, a+b = 0. ഇവിടെ m-ൻ്റെ പവർ a+b ആണ്, ലെഫ്റ്റ് സൈഡിൽ m-ൻ്റെ പവർ 0 ആണ്, അതുകൊണ്ട് a+b = 0 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം a+b = 0 ആണെങ്കിൽ ഈ b യെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ a = -b ആയിരിക്കും. a+b = 0 ആണെങ്കിൽ a = -b ആയിരിക്കും. b റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം +b എന്നുള്ളത് ഇവിടെ വരുമ്പോൾ -b ആവും. a = -b നമുക്ക് ലഭിക്കും. ഇനി അടുത്ത റിലേഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. -2a ടിയുടെ പവറാണ്. -2a = ഇവിടെ -1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. -2a = -1, -2a = -1, മൈനസ് ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താ കിട്ടും? 2a = 1 എന്ന് കിട്ടും. 2a = 1. അതിൽ നിന്ന് a കണ്ടുപിടിക്കാൻ 2 ഇവിടെ വന്നാൽ ഇപ്പോൾ 1/2 എന്ന് കിട്ടും. a = 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ -b ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എക്ക് നമുക്ക് 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എന്തായിരിക്കും? -1/2 ആയിരിക്കും.
അപ്പോൾ എക്ക് എന്താണോ വാല്യൂ കിട്ടുന്നത് അതിൻ്റെ മൈനസ് ആയിരിക്കും ബിയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് എക്ക് 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ -1/2 ആയിരിക്കും. ഇനി നമുക്ക് ജനറൽ ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് നമുക്ക് 1 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് 1 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വി ഈസ് ഈക്വൽ ടു p⁻². p⁻a ആണ്. എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടി. ഇനി അതുപോലെ o⁻−1/2 ആണ്. ഇനി നമ്മൾ പറഞ്ഞു 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ +1/2 ആണെങ്കിൽ അത് ന്യൂമറേറ്ററിൽ വരും, -1/2 ആണെങ്കിൽ ആ ടേം ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും വെലോസിറ്റി v ഈസ് ഈക്വൽ ടു √p/ρ എന്ന് കിട്ടും. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു p/ρ. ഇത് നമുക്ക് വേവ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഡെറിവേഷനാണ്. നമുക്ക് അന്നേരം ഇത് ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് എങ്ങനെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.